ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഹ്യൂഗോ വെച്ചിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 2ഉം 1ഉം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 2ൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എങ്ങനെയാണ് കണ്ടൻറ്റ് ഈ ലേൺ തീമിലേക്ക് ആഡ് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഹൗ ടൂസും SOP ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ നമ്മൾ ലോക്കലിയാണ് പ്രിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് ലോക്കൽ നോക്കും. ഇപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് പബ്ലിക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇല്ല, നമുക്ക് ബിൽഡ് ചെയ്യാം. അതിനുവേണ്ടി ഹ്യൂഗോ സ്പേസ് -d എന്ന് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്തു ആ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഫോൾഡറിനകത്ത് കാണാം പബ്ലിക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ ഈ കണ്ടൻറ്റാണ് നമ്മൾ ഒരു സർവറിലോ അല്ലെങ്കിൽ S3 ബക്കറ്റിലോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ശരിക്കും MD ഫോർമാറ്റിലെ കണ്ടൻറ്റിനെ പിടിച്ചിട്ട് ശരിക്കും HTML കൺവേർട്ട് ചെയ്തേക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു S3 ബക്കറ്റിലാണ് ഈ കണ്ടൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി AWSൽ പോയതിന് ശേഷം S3 ബക്കറ്റ് എടുക്കുക. AWSനെ കൺസോളിൽ വന്നതിന് ശേഷം സർവീസ് ക്ലിക്ക് ചെയ്യുക. അവിടെ S3 ബക്കറ്റ് കാണും, അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നേരെ ബക്കറ്റ് എന്ന് പറഞ്ഞ റിസോഴ്സിലേക്കാണ് സർവീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ക്രിയേറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നെയിമും കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പോൾ ബക്കറ്റിൻ്റെ നെയിം കൊടുക്കുക. ഈ ബക്കറ്റിൻ്റെ നെയിം എപ്പോഴും യുണീക്ക് ആയിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഡൊമൈൻ നെയിം എന്താണോ ആ സെയിം നെയിം തന്നെയാണ് ബക്കറ്റിനും കൊടുക്കുന്നത്. പിന്നെ റീജിയൻ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഇത് കണ്ടൻറ്റ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് US East 2 ആണ്, ഒഹിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ബക്കറ്റിൻ്റെ വേറെ സെറ്റിങ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്തു. നമുക്ക് ഈ സെറ്റിങ്സ് വേണമെങ്കിൽ ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ബക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പബ്ലിക് അല്ല, ആ ഓണർക്ക് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബക്കറ്റിനകത്ത് കണ്ടൻ്റ് ഒന്നുമില്ല. നമുക്കാണെങ്കിൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ഫയൽ ഓർ ആഡ് ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഡ്രാഗ് ചെയ്തിടുവാണ്. കൺട്രോൾ അടിച്ചിട്ട് ഓൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ബക്കറ്റിലേക്ക് വലിച്ചിട്ടു. ഇപ്പോൾ നമുക്ക് കാണാം അവിടെ ഡ്രാഗ് ചെയ്ത ഫയലുകളെല്ലാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നമുക്ക് അതിൻ്റെ ലോഡ് ചെയ്യുന്നതെല്ലാം കാണാനായിട്ട് പറ്റും നമുക്ക്. ഞാൻ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ടോപ്പിൽ കാണിക്കുന്നുണ്ട് അപ്ലോഡിങ് ഫയൽസ് എന്ന് പറഞ്ഞാൽ. അവിടെ കാണിക്കാം അവൻ്റെ എത്ര സൈസ് ഉണ്ട്, എത്രയായി, സ്റ്റാറ്റസ് എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫയലെല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്, സക്സസ് ആയി. ഇപ്പോൾ എനിക്ക് ആ ബക്കറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫയലെല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 404.html ഉണ്ടാവും, index.html ഫയലും ഉണ്ടാവും. ഈ രണ്ടുമാണ് നമ്മൾ സ്റ്റാറ്റിക് സൈറ്റ് എനേബിൾ ചെയ്യാൻ നേരത്ത് S3 ബക്കറ്റിൻ്റെ സെറ്റിങ്സിൽ കൊടുക്കേണ്ടത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ ചെല്ലുക. അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അതിൽ പോയിട്ട് എഡിറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് എഡിറ്റ് സെലക്ട് ചെയ്യുക. അതിൽ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്തതിന് ശേഷം ഹോസ്റ്റ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇൻഡെക്സ് ഡോക്യുമെൻ്റ് അവിടെ index.html എന്ന് കൊടുക്കണം. എറർ ഡോക്യുമെൻ്റ് അവിടെ എററോ അല്ലെങ്കിൽ 404 കൊടുക്കണം. എൻ്റെ കയ്യിലുള്ളത് 404.html ആണ്, അതുകൊണ്ട് ഞാൻ 404.html സെലക്ട് ചെയ്യണം. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തിട്ട് ഇനി സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു URL കിട്ടും. ഏറ്റവും അടിയിലേക്ക് തന്നെ വരിക. ആ സെക്ഷനിലേക്ക് വരുമ്പോൾ തന്നെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗിൻ്റെ അണ്ടറിൽ തന്നെ നമുക്കൊരു URL കിട്ടും. അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഒരു ബ്രൗസറിൽ എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോർവേഡും കിട്ടും. എന്താണെന്ന് വെച്ചാൽ ആക്സസിൻ്റെയാണ്. ആ ബക്കറ്റ് ഇപ്പോൾ പബ്ലിക് ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഫോർവേഡ് അടിച്ചത്. നമുക്കതെങ്ങനെ മാറ്റണമെന്ന് നോക്കാം. ആ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ പെർമിഷൻ സെറ്റിങ്സിലേക്ക് എടുക്കുക. അതിന് ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം 2 ഓപ്ഷനിൽ ചേഞ്ചസ് വരുത്താനുണ്ട്. ഒന്ന് പബ്ലിക് ആക്സസും, രണ്ടാമത്തത് ബക്കറ്റ് പോളിസി ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ആ ബക്കറ്റ് പോളിസി ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ബക്കറ്റിൻ്റെ പെർമിഷൻ സെറ്റിങ്സിൽ ചെല്ലുക. എന്നിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ബക്കറ്റ് പോളിസിക്കകത്ത്. അപ്പോൾ ആദ്യം തന്നെ പബ്ലിക് ആക്സസ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അത് എനേബിൾ ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം കൺഫേം ചെയ്യണം. ഇനി നമുക്ക് നേരത്തെ കോപ്പി ചെയ്ത ബക്കറ്റ് പോളിസിയും കൂടി കോപ്പി ചെയ്യണം. അപ്പോൾ ബക്കറ്റ് പോളിസിയിൽ വന്നിട്ട് എഡിറ്റ് സെലക്ട് ചെയ്യുക. അവിടെ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ആ ബക്കറ്റ് നെയിം ചേഞ്ച് ചെയ്യാനുണ്ട്. എഫക്റ്റ് അലോ ആണ്, പ്രിൻസിപ്പിൾ സ്റ്റാർ ആണ്, ആക്ഷൻ ഗെറ്റ് ഒബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ റിസോഴ്സിൻ്റെ അവിടെ നമ്മുടെ ബക്കറ്റിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ആ നെയിം അവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ബക്കറ്റ് നെയിം മാറ്റിയിട്ട് എൻ്റെ ബക്കറ്റ് നെയിം എന്താണോ അത് ഞാൻ കൊടുത്തു. /star എന്നും പറഞ്ഞ് കൊടുക്കണം, എന്നാലാണ് എല്ലാ കണ്ടൻറ്റും കിട്ടുള്ളൂ. സേവ് ചേഞ്ചസ് കൊടുക്കുക.
സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം അവിടെ പബ്ലിക് റെഡിൽ കാണാൻ പറ്റുന്നുണ്ട്, പബ്ലിക്കലി ആക്സസിബിൾ എന്നും പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. S3യുടെ ഡാഷ്ബോർഡിൽ വന്നാൽ നമുക്ക് കാണാം ആ ബക്കറ്റ് പബ്ലിക്കാണ്. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ പേജ് ലോഡായിട്ടുണ്ട്. ഈ പേജ് ലോഡായിരിക്കുന്നത് S3 പ്രൊവൈഡ് ചെയ്യുന്ന ഒരു URL വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് എല്ലാ ചേഞ്ചസും ഇവിടെ S3യുടെ URL വഴി നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ S3 URL നമുക്ക് വേണമെങ്കിൽ ബക്കറ്റ് വെബ്സൈറ്റ് എൻഡ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ URL നമ്മൾ DNSൽ കൊണ്ട് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒരു ഡൊമൈൻ നെയിമിൽ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ ചെന്ന ആ URL നമുക്ക് കാണാൻ പറ്റും. അതിന് ആ URL നമ്മൾ ഏതെങ്കിലും ഒരു DNS ഉണ്ടെങ്കിൽ ആ DNSൽ കൊണ്ട് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് CNAME വെച്ചിട്ടാണ് അത് പോയിൻ്റ് ചെയ്യേണ്ടത്. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹോസ്റ്റിംഗർ എന്ന് പറഞ്ഞ ഒരു DNS പ്രൊവൈഡറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു റെക്കോർഡ് ആഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് ഞാൻ CNAME ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ടാർഗറ്റ് കൊടുക്കേണ്ടത് ആ URL ആണ് കൊടുക്കേണ്ടത്. ആ ബക്കറ്റിൻ്റെ എൻഡ് പോയിൻ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ ആഡ് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എൻ്റെ ഡൊമൈൻ നെയിം വെച്ചിട്ട് ഒന്ന് കോൾ ചെയ്ത് നോക്കാം എങ്ങനെ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ എൻ്റെ HTTPS അല്ല, വേറെ http://mydemolab.online കോൾ ചെയ്യുക. അപ്പോൾ എൻ്റെ പേജ് ഇപ്പോൾ എൻ്റെ ഡൊമൈൻ നെയിമിൽ വർക്ക് ആവുന്നുണ്ട്. ആ പോയിൻറ്റിങ് സക്സസ് ആയി. ആ DNS മാനേജറിലൊന്ന് ജസ്റ്റ് ചെന്ന് നോക്കാം എങ്ങനെ ആഡ് ചെയ്തേക്കണമെന്നുള്ളത്. അത് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം CNAME അതിൻ്റെ എൻഡ് പോയിൻ്റ് എല്ലാം ഉണ്ട്. ഈ ലേൺ എന്ന് പറയുന്ന തീമിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ URL ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാം എങ്ങനെ ലോഗോ ചേഞ്ച് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം, എങ്ങനെ ഷോർട്ട് കോഡ് എങ്ങനെ യൂസ് ചെയ്യാം, കണ്ടൻറ്റ് എങ്ങനെ ആഡ് ചെയ്യാം, എല്ലാ ഡീറ്റെയിലും ഇതിനകത്തുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം മോഡിഫൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ രീതിയിലായിട്ട്. കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ പാരാമീറ്ററും കോൺഫിഗർ ചെയ്യേണ്ടത് config.toml എന്ന് പറഞ്ഞ ഫയലിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ ഈ ലേണിൻ്റെ തീമിൻ്റെ ഡോക്യുമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഉണ്ട്, ലോഗോ മാറ്റാനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങളത് നോക്കുക, ഏതൊക്കെ രീതിയിലാണ് ഓരോ സെക്ഷൻ കൊടുക്കേണ്ടത്, ഷോർട്ട് കോഡ്, ഗ്രാഫ് എങ്ങനെ കൊടുക്കുക, ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതനുസരിച്ചിട്ട് നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുക. നിങ്ങളതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. സെയിം കൺസെപ്റ്റ് തന്നെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. GitLab CI/CD വെച്ചിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ന്യൂ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനായി സബ്സ്ക്രൈബ് ചെയ്യുക.